പേരൻസിന് കുട്ടികളുമായിട്ട് കണക്ഷൻ ഫോം ചെയ്യുന്നത് അവരുടെ പ്രായം വ്യത്യാസം വരുന്ന അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് 0 to 3 ഇയറിൽ എങ്ങനെയാണ് ഏതൊക്കെ മെത്തേഡ്സിലൂടെ നമ്മൾക്ക് ഒരു പ്രോപ്പർ കണക്ഷൻ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 to 5 ഇയറിൽ ഏതൊക്കെ രീതിയിലാണ് കുട്ടിയിൽ എന്തൊക്കെ ഡെവലപ്മെന്റൽ ചേഞ്ചസ് വരുന്നത്, അതനുസരിച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ, കുട്ടിയിൽ എന്തൊക്കെ ഡെവലപ്മെന്റൽ ചേഞ്ചസ് ആണ് വരുന്നത്, അതനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് പേരൻസിന്റെ അപ്രോച്ചസിൽ വരുത്തേണ്ടത് എന്നുള്ളതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 3 to 5 ഇയർ ഏജ് ഗ്രൂപ്പിൽ കുട്ടികളിൽ പല സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്സും നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ചേഞ്ചസിനനുസരിച്ചിട്ട് എന്തൊക്കെ രീതിയിലുള്ള അപ്രോച്ചസ് ആണ് പേരൻസിന് നൽകാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു 3 ഇയറിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ ഒരു ഓട്ടോണോമി ഡെവലപ്പ് ചെയ്യുന്നു. അതായത് കുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. അതായത് അതൊരു 1 to 3 ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു 3 ഇയർ ഓൺവേർഡ്സ് കുട്ടി ആ ഒരു സെൽഫ് ഐഡന്റിറ്റി കുറച്ചുകൂടി ഒരു അതിൻ്റെ അടുത്ത സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അവരുടെ പ്രിഫറൻസസ് എന്താണ്, ഓരോ കാര്യത്തിലും അവർക്ക് എങ്ങനെ വേണം എന്നുള്ളതിലൊക്കെ അവർ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കാൻ തുടങ്ങണ ഒരു പ്രായമാണ് 3 to 4 ഇയർ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് അത് വേണം ഇത് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ കൂടുതൽ വാശി പിടിക്കാനും ചില കാര്യങ്ങൾ വളരെ അഡമൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് കാണിക്കാനൊക്കെ തുടങ്ങാറുണ്ട് ഈ ഒരു പ്രായത്തിൽ. അതിനെയാണ് നമ്മൾ ടാൻട്രംസ് എന്ന് പറയാറുണ്ട്. അപ്പം ഈ ടാൻട്രംസ് ഉണ്ടാവുന്ന സമയത്ത് ആണ് പലപ്പോഴും പേരൻറ്റും കുട്ടിയും തമ്മിലുള്ള ഡിസ്കണക്ട് ഏറ്റവും അധികം സംഭവിക്കുന്നത്. കാരണം അങ്ങനെ ടാൻട്രംസ് ഉണ്ടാകുമ്പോൾ പേരൻറ്റും കുറച്ച് ഇമോഷണൽ റിയാക്ഷൻസ് കൊടുക്കുകയും വല്ലാതെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നു. ആൻഡ് കുട്ടിയായിട്ട് ടോട്ടലി ഒരു ഡിസ്കണക്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ കുട്ടിയുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ഈ ടാൻട്രംസ് വളരെ കൂടുതലായിട്ട് കാണിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ കാണിച്ച് വാശി പിടിച്ച് നിലത്ത് കിടന്ന് ഉരുളുക, കരയുക, അങ്ങനെയൊക്കെ ബഹളം വെക്കുമ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബിഹേവിയർ അപ്പം ചിലപ്പോൾ നമ്മൾക്കത് അനുവദിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല. അപ്പം പെട്ടെന്ന് തന്നെ അവിടെ ഒരു ആ ബിഹേവിയർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ സാധിച്ചു കൊടുക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പല പല ഇൻസിഡൻസ് ഉണ്ടാകുമ്പം കുട്ടി അതിലൂടെ ഒരു ലേണിംഗ് നടത്തുകയാണ്. ഈ പർട്ടിക്കുലർ ബിഹേവിയറിനെ എനിക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ സാധിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ അത് കുട്ടിയിൽ ഉണ്ടാക്കുന്ന ഡാമേജ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു അബ്നോർമൽ കോപ്പിംഗ് മെക്കാനിസമാണ് കുട്ടി അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം അതിനെ നമ്മൾക്ക് പേരൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ അല്ല, ഡിസ്കണക്ട് ആവുന്നു. അതിനോടൊപ്പം തന്നെ ഒരു അബ്നോർമൽ ഇമോഷണൽ കോപ്പിംഗ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഇത് രണ്ടും കുട്ടിയുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിനും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, കുട്ടിയും പേരൻറ്റും തമ്മിലുള്ള കണക്ഷനെയും ബാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ടാൻട്രംസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടർ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു അനാലിസിസ് ആണ് ആക്ച്വലി നമ്മൾ പേരൻസിന് നൽകാറുള്ളത്. ഏത് രീതിയിലാണ് ടാൻട്രംസ് ഉണ്ടാകുന്നത്, ഏതൊക്കെ സാഹചര്യങ്ങളാണ് കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളത്. ആൻഡ് അതൊരു മെത്തേഡാണ്. അങ്ങനെ ഒന്ന് അനലിറ്റിക്കൽ മോഡിലൊന്ന് വർക്ക് ചെയ്യുക. അങ്ങനെ എന്ത് കാരണം കൊണ്ടായിരിക്കാം ഈ ഒരു പ്രശ്നം ഉണ്ടായതെന്നുള്ളത് ചിലപ്പോൾ കുട്ടിയും കൂടെ ഇരുത്തിക്കൊണ്ട് നമ്മൾക്കത് സംസാരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾക്ക് സ്വയമായിട്ട് ആ ഒരു അനാലിസിസ് നടത്തി ആ ഒരു പ്രശ്നത്തിന് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് ഈ ഒരു ടാൻട്രം കാണിക്കാനുള്ള കാരണം ചിലപ്പോൾ വേറെ പല കാര്യങ്ങളിലും കുട്ടി പേരൻറ്റുമായിട്ട് ടോട്ടലി ഡിസ്കണക്റ്റഡ് ആയിരിക്കാം. അപ്പം അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് പറയാം. അതായത് കുട്ടിയുടെ ചില ചെറിയ ചെറിയ കാര്യങ്ങളെ, ചില ചെറിയ ചെറിയ ബിഹേവിയറൽ ഇഷ്യൂസിനെയൊക്കെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിൽ ഇവൻ എവിടെ ചെന്നാലും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് ഒട്ടും പറ്റില്ല, മാനേജ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും വാശി പിടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവരുടെ നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മുടെ മറ്റുള്ളവരുമായിട്ട്, ചിലപ്പോൾ നമ്മളുടെ പേരൻസുമായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ബാക്കി സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ആയിട്ടോ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടി ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവാം. അപ്പം അങ്ങനെ ഒരു ബിഹേവിയർ പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ആ ഒരു ലേബലിംഗ് സ്വയമായിട്ട് കുട്ടി നടത്തുന്നു. അതായത് എൻ്റെ ബിഹേവിയർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പർട്ടിക്കുലർ കാര്യം അമ്മ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച്, സ്വയമായിട്ടൊരു ലേബലിംഗ്
അല്ലെങ്കിൽ ഞാനൊരു വാശിക്കാരിയാണ്, ഞാനൊരു വഴക്കാളിയാണ് എന്നുള്ള രീതിയിലൊക്കെ സ്വയം ലേബിൾഡായി ഈ ബിഹേവിയർ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന്റെ ഭാഗമായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ടാൻട്രംസ് കാണിക്കുന്ന കുട്ടികളുണ്ട്. ഇനി അതുമല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവാം. ഇപ്പോൾ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ADD എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും സൈക്കോളജിക്കൽ ഡീവിയേഷൻസ് ഉണ്ടെങ്കിലും കുട്ടികൾ റിപ്പീറ്റഡ് ആയിട്ട് ടാൻട്രം കാണിക്കാറുണ്ട്. അപ്പം ഇവിടെ എല്ലാം പേരന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ക്ഷമയും, അത് ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് സ്വയമായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ മറ്റൊരു ഹെൽപ്പ് എടുക്കാനുള്ള, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാനുള്ള ഒരു താല്പര്യവും ഒക്കെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ 3 to 5 ഇയർ എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പീരീഡാണ്. അത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് തുടങ്ങുന്ന പല ബിഹേവിയറൽ പ്രോബ്ലംസും പലപ്പോഴും ടീനേജ് ഇഷ്യൂസിൽ ടീനേജേഴ്സിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് പലപ്പോഴും കാണാറുണ്ട്. അപ്പം ഈ ഒരു ഫേസിൽ പേരൻറ്റുമായിട്ടൊരു പ്രോപ്പർ കണക്ഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഈവൻ ലേറ്റർ ഇയേഴ്സിലും ആ ഒരു കണക്ഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് 3 to 5 ഇയറിലുള്ള ഈ പ്രശ്നങ്ങളെ, അതായത് അവരുടെ ടാൻട്രംസ് ആണെങ്കിലും അതുപോലെ പല ഐഡന്റിറ്റി ഇഷ്യൂസ് ഒക്കെ ആണെങ്കിലും ഒക്കെ കുറച്ച് കോൺഷ്യസ്ലി, അതായത് വളരെ ബോധപൂർവം നമ്മൾ ഒന്ന് കൈകാര്യം ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ടേക്കുള്ള കുട്ടിയുടെ ഡെവലപ്മെന്റിനും അതുപോലെ കുട്ടിയും നമ്മളുമായിട്ടുള്ള ബന്ധത്തിനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം മറ്റൊരു പ്രോബ്ലം ഉണ്ടാവണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവാറുണ്ട്. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഒരു ടീനേജിൽ ഉണ്ടാകുന്ന പോലെയുള്ള ഐഡന്റിറ്റി ക്രൈസിസ് അല്ല. അവർക്കൊരു ഇൻഡിപെൻഡൻസ് കൂടുതൽ വേണം എന്നുള്ള ഒരു തോന്നൽ ആദ്യം ഉണ്ടാവുന്നത് ഈ ഒരു 3 to 5 ഇയർ പീരീഡിലാണ്. അപ്പം അവരുടെ ചില ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവർക്കത് പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുക, അതുപോലെ അവരെ മറ്റു കുട്ടികളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുക, അവരുടെ കഴിവുകളെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു അപ്രോച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഇൻസ്റ്റെഡ് ഓഫ് കമ്പയറിങ്, മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് കുട്ടിക്ക് കുട്ടിയുടേതായ ചില സ്റ്റൈൽ ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ചില കഴിവുകളോ ഇൻട്രസ്റ്റുകളോ ഒക്കെ ഉണ്ടാവാം. അതിലേക്ക് നമ്മളൊന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക താല്പര്യം കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണം. അതിനോടൊപ്പം നമ്മളും അത് കാണിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു സെക്യൂർ ഫീലിങ്ങും അതുപോലെ ഒരു ട്രസ്റ്റും അതുപോലെ ഒരു എന്താ പറയുക ഒരു സെൽഫ് ഡൗട്ട് ഇല്ലായ്കയും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രായത്തിലാണ് അവർക്ക് ഒരു സോഷ്യലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ തുടങ്ങുന്നത്. പലപ്പോഴും ഒരു കിൻഡർ ഗാർഡനിൽ പോകാൻ തുടങ്ങും, അതല്ലെങ്കിൽ ഒരു പ്രീ സ്കൂളൊക്കെ തുടങ്ങുന്നത് ആ ഒരു പ്രായത്തിലായിരിക്കും. അപ്പോൾ മറ്റു കുട്ടികളുമായിട്ടുള്ള കമ്പാരിസൺസ് അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ ഒപ്പം നിൽക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അവരുടെ സ്വന്തമായിട്ടുള്ള കമ്പാരിസൺസ് ഒക്കെ ഈ പ്രായത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഇറിറ്റേഷൻസ്, അതായത് ഇപ്പം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ മറ്റു കുട്ടികളുടെ അടുത്ത് നിന്ന് അറ്റൻഷൻ കിട്ടാതെ വരിക, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് അറ്റൻഷൻ കിട്ടാതെ വരുന്നതൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ട് കുട്ടികൾ പലപ്പോഴും വീട്ടിൽ കാണിക്കാറുണ്ട്. അപ്പം അതിനെയൊക്കെ നമ്മൾ കുട്ടിയുടെ ഒരു ബിഹേവിയറൽ ഇഷ്യൂ മൂലമാണ് എന്ന് ജനറലൈസ് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് നമ്മുടെ കുട്ടി അങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിൽ കുറച്ചുകൂടി ഒരു, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു അനലിറ്റിക്കൽ അപ്രോച്ച് നടത്തുന്നത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ കുട്ടിക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ വീക്ക്നെസ്സുകൾ ഉണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ സംസാരിക്കാൻ കുറച്ച് ഡിലേ ആയിരിക്കാം, സംസാരത്തിന് ഒരു ക്ലാരിറ്റി ഇല്ലായ്ക ഉണ്ടാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർ ഫിസിക്കലി കുറച്ച് വീക്ക് ആകാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കുട്ടികളെ ഇൻസെക്യൂർ ആക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ കുട്ടിയുടെ അതൊന്നും സാരമില്ല, നിനക്കത് കുഴപ്പമില്ല, നീ പോയി മറ്റുള്ളവരുടെ കൂടെ അങ്ങ് മിങ്കിൾ ചെയ്തോളൂ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെല്ലാം അവരുടെ പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യുന്നതിന് പകരം അതിനെ നള്ളിഫൈ ചെയ്യുന്ന ഒരു അപ്രോച്ച് വരുന്നതും കുട്ടിയെ ആക്ച്വലി നമ്മളുടെ അടുത്ത് നിന്ന് ഡിസ്കണക്ട് ആക്കും. കാരണം എൻ്റെ പ്രശ്നം അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം അച്ഛന് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു തോന്നൽ കുട്ടിയെ കൂടുതൽ ഇൻസെക്യൂർ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് പകരം അവർക്ക് അവിടെ ഒരു സ്ട്രെങ്ത് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച്, അതായത് ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു മാർഗം നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്നുള്ള രീതിയിലുള്ള അവരെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരിക്കും കുട്ടിയെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും
ഇമോഷണൽ റിയാക്ഷൻസ്, അതായത് ഇമോഷണൽ ഡിസ്റെഗുലേഷൻ ഈ ഒരു പ്രായത്തിൽ ഉണ്ടാവാറുണ്ട്. അതായത് പലപ്പോഴും ചില ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കരയുക, അതുപോലെ എന്താ പറയുക, ദേഷ്യം കാണിക്കുന്നത് ചിലപ്പം ഓവറായിട്ട് ദേഷ്യം കാണിക്കുക, അല്ലെങ്കിൽ ചിലപ്പം കൂടുതൽ അഗ്രസീവായിട്ടുള്ള ഒരു റിയാക്ഷൻസ് കാണിക്കുക. ചിലപ്പോൾ ഇളയ കുട്ടികളുടെ അടുത്തായിരിക്കാം, അതല്ലെങ്കിൽ പേരൻസിന്റെ അടുത്തൊക്കെ ഉണ്ടാവാം. അപ്പം അതൊക്കെ അവരുടെ ഒരു കോപ്പിംഗ് മെക്കാനിസം കുറച്ച് അബ്നോർമൽ ആവുന്നതുകൊണ്ടായിരിക്കും. അതായത് ചില ഇമോഷൻസിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം, ചില സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിലുള്ള അപാകത മൂലമായിരിക്കാം, അല്ലെങ്കിൽ ആ സിറ്റുവേഷനുമായിട്ട് കോപ്പപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മൂലമായിരിക്കും കുട്ടി അങ്ങനെ പെരുമാറുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ അവിടെ വീണ്ടും ആ ബിഹേവിയറിനെ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരം നടത്തുകയും അതിന് കുട്ടിയെ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുകയും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതും നമ്മളിൽ നിന്ന് കുട്ടി കൂടുതൽ ഡിസ്കണക്ട് ആവാനാണ് സഹായിക്കുന്നത്. അല്ലാതെ അവിടെ ഒരു കണക്ഷൻ ഫോം ചെയ്യില്ല. അപ്പൊ അതിന് പകരമായിട്ട് എന്തുകൊണ്ട് കുട്ടി അങ്ങനെ പെരുമാറുന്നു, എന്താണ് കുട്ടിക്ക് മറ്റുള്ളവരുടെ പ്രസൻസിൽ സംഭവിക്കുന്നത്, എന്തുകൊണ്ട് അവൻ ഇൻസെക്യൂർ ആകുന്നു, വീട്ടിൽ ഗസ്റ്റ് വരുമ്പം എന്തുകൊണ്ട് കുട്ടി റൂമിനകത്ത് കയറി ഓടി ഒളിക്കുന്നു, എന്തുകൊണ്ട് നമ്മുടെ പുറയിൽ ഒളിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ അവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അല്ലാതെ നീ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് നീ അവരോട് പോയി സംസാരിക്കുക, നീ എന്തുകൊണ്ട് സംസാരിക്കാതിരിക്കുന്ന എന്നുള്ള രീതിയിൽ അവരെ പുഷ് ചെയ്യുന്തോറും അവരിലുള്ള ഇൻസെക്യൂരിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള അപ്രോച്ചസും അങ്ങനെയുള്ള രീതികളും എല്ലാം പേരന്റും കുട്ടിയും തമ്മിലുള്ള ഡിസ്കണക്ഷൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ പലപ്പോഴും നമ്മൾ പല അവസരത്തിലും ഉണ്ടാവുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇമോഷൻസിനെയും ഫുഡിനെയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. ഇമോഷൻസിനെ ഫുഡ് മാത്രമല്ല, ചിലപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽ തിങ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യാറുണ്ട്. അതെല്ലാം സംഭവിക്കുന്നത് ഈ പ്രായത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ കുട്ടി എന്തെങ്കിലും ഒരു വികൃതി കാണിച്ചു, അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കി, അതിൽ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് പേരന്റിന്റെ ഭാഗത്തുനിന്ന് കൊടുത്തു. ഓക്കെ, സോ അതൊരു ഇമോഷണൽ റിയാക്ഷൻ അവിടെ ഉണ്ടാക്കുന്നുണ്ടാവും. ഡെഫിനറ്റ്ലി കുട്ടി കരയുന്നുണ്ടാവും, പിണങ്ങിയിരിക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പം അതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കളിപ്പാട്ടോ പാവയോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ ആ പ്രശ്നത്തിനെ അങ്ങ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ആക്ച്വലി നമ്മളവിടെ എന്താ ചെയ്യുന്നത്, അവിടെ ഒരു ഇമോഷനാണ് ഡെവലപ്പ് ചെയ്തത്. ആ ഇമോഷനെ നമ്മൾ അനാവശ്യമായിട്ട് ഒരു മെറ്റീരിയൽ സബ്സ്റ്റൻസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അപ്പം ഒരു ഇമോഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നെങ്കിൽ ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുക എന്നൊക്കെയുള്ള ഒരു ലേണിംഗ് ആക്ച്വലി നടക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നേച്ചർ ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു പ്രായത്തിലാണ്. ഇത് പിന്നീട് പലപ്പോഴും പല ബിഹേവിയറൽ പ്രോബ്ലം ആയിട്ടൊക്കെ മാറാറുണ്ട്. അതായത് ഈ പറയുന്ന പോലെ ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആയിട്ടോ, അതല്ലെങ്കിൽ ഈ സ്ട്രെസ് കൂടുമ്പം പോയിട്ട് ഷോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റും പ്ലഷറും ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുക, അഡിക്ഷൻസ് ഡെവലപ്പ് ചെയ്യുക. ഇതെല്ലാം ഭാവിയിൽ ഉണ്ടാകുന്ന ചില ബിഹേവിയറൽ ഇഷ്യൂസ് ആണ്. പക്ഷെ അതിന് തുടക്കം നടക്കുന്നത് ആക്ച്വലി ഒരു 3 വയസ്സിലോ 4 വയസ്സിലോ ഒക്കെ ആയിരിക്കും. അപ്പം കഴിയുന്നതും നമ്മൾ ഇമോഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് ഇമോഷനായിട്ട് തന്നെ നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യും. നമ്മുടെ കുട്ടിയുടെ കൂടെ എന്തുകൊണ്ടാണ് പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു വഴക്കുണ്ടായി, അതിനെന്താണ് സംഭവിച്ചത്, എന്താണ് നമ്മൾക്ക് അമ്മയ്ക്ക് വിഷമമുണ്ടായത്, എന്ത് കാരണം കൊണ്ടാണ്, എന്തുകൊണ്ടാണ് അവിടെ അടിക്കേണ്ടി വന്നത് എന്നുള്ളതിൽ ഒരു പ്രോപ്പറായിട്ട് ഒരു എംപത്തറ്റിക് അപ്രോച്ച് നടത്തി ഒരു സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡ് എപ്പോഴും ഇമോഷണലി അവരെ കുറച്ചുകൂടി എൻറിച്ച് ചെയ്യും. ഓക്കെ, ഇപ്പൊ അങ്ങനെയുള്ളൊരു അപ്രോച്ച് കൊടുക്കുന്നതും ഈ ഒരു പ്രായത്തിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഈ പ്രായത്തിലാണ്. അതായത് അവർക്ക് സ്വന്തമായിട്ട് സുഹൃത്തുക്കളുണ്ടാവും, ആൻഡ് സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ലേണിംഗ് നടക്കുന്നത് ആ ഒരു പ്രായത്തിലാണ്. അപ്പം ഈ ഒരു പ്രായത്തിൽ കൂടുതൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് ഇപ്പം പേരൻസിന് അവരുടേതായ സുഹൃത്തുക്കളുണ്ടാവാം, അവർക്ക് കുട്ടികളുണ്ടാവാം, ഒരുമിച്ചുള്ള യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുക, ദെൻ ഫാമിലി ഗാദറിങ്സിലേക്ക് കുട്ടികളെ കൊണ്ടുപോവുക. ആൻഡ് അവിടെ പക്ഷെ നമ്മൾ മുമ്പേ സംസാരിച്ചതുപോലെ നമ്മളവിടെ കുട്ടിയെ കൊണ്ടുപോയിട്ട് കണ്ടമാനം അത് ചെയ്യുന്നു പറഞ്ഞിട്ട് പുഷ് ചെയ്യലല്ല, പക്ഷെ അവർക്ക് അവരുടേതായ ഒരു ഒതന്റിക് വേയിൽ തന്നെ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഒരു എന്താ പറയുക, അവരുടെ കഴിവുകൾ അവർക്ക് കാണിക്കണം തോന്നുകയാണെങ്കിൽ കാണിക്കുക, അതല്ലെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിൽ ഒരു സ്പേസ് അവിടെ കണ്ടെത്താനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അത്രേ ഉള്ളൂ.
അപ്പൊ പലപ്പോഴും പല ഫാമിലി ഗ്യാതറിംഗിലും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുട്ടി എന്തെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലതായിട്ട് എൻ്റെ കുട്ടിയും പെർഫോം ചെയ്യണം എന്നുള്ള ഒരു കോമ്പറ്റീഷൻ പല പേരൻസിലും കണ്ടുവരാറുണ്ട്. അപ്പൊ ആക്ച്വലി അത് നമ്മുടെ കുട്ടികളെ അനാവശ്യമായിട്ട് ഇൻസെക്യൂർ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉള്ള കുട്ടികൾ തന്നെ ചെറിയ പ്രായത്തിൽ അവർ വളരെയധികം സ്മാർട്ടായിട്ടൊക്കെ ചെയ്യുന്ന കുട്ടികൾ തന്നെ പിന്നീട് സിവിയർ ആയിട്ടുള്ള ആൻസൈറ്റിയിലേക്കൊക്കെ പോകാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ എക്സ്പെക്ടേഷൻസ് ഭയങ്കര ഹൈ ആക്കി വെക്കുന്നുണ്ട്. ഈവൻ ഇൻ ഫ്രണ്ട് ഓഫ് ദി ചൈൽഡ് നമ്മൾ കുട്ടിയെ കുറിച്ച് ഇങ്ങനെ അവർ ഭയങ്കര ഇന്റലിജന്റ് ആണ്, പെട്ടെന്ന് എല്ലാം പഠിക്കും, പെട്ടെന്നെല്ലാം മനസ്സിലാക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫാമിലിയിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഒക്കെ പറയുമ്പം കുട്ടിക്ക് തന്നെ അപ്രാപ്യമായിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ കുട്ടിയെ വെറുതെ പുഷ് ചെയ്ത് കയറ്റുകയാണ്. അപ്പൊ അത് കുട്ടിയിൽ വല്ലാണ്ട് ഒരു ഫിയർ ഓഫ് ഫെയിലറും ആൻസൈറ്റി ഇഷ്യൂസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ധാരാളം കേസസ് നമ്മൾക്ക് വരുന്നുണ്ട്. അതായത് പിന്നീട് അങ്ങോട്ടേക്ക് കുട്ടിക്ക് പലതും പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ മോശമാകുമ്പോൾ അത് ഫാമിലിയുടെ അടുത്ത് പറയാൻ പറ്റാതെ വരുന്നു. കൂടുതൽ അവര് എന്താ പറയാ മറ്റുള്ളവരുമായിട്ട് കണക്ഷനൊക്കെ ഉപേക്ഷിച്ച് സ്വന്തമായിട്ടൊരു റൂമിനുള്ളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷെല്ലിനുള്ളിലേക്ക് പോകുന്ന പോലെ ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ആൻസൈറ്റിയുടെ ഒരു സിവിയർ ആൻസൈറ്റിയുടെ കുറെ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവുന്നത് ആക്ച്വലി ഒരു 3 to 5 year ഓഫ് ഏജ് പീരീഡിലാണ്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ചിലപ്പോൾ കുട്ടി നന്നായിട്ടൊക്കെ പെർഫോം ചെയ്യുന്ന ആളൊക്കെ ആയിരിക്കാം, പല പല കഴിവുകളുള്ള കുട്ടികളായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അത് കുട്ടികളുടെ പ്രസൻസിൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ അത് ആക്ച്വലി കുട്ടിയിൽ കൊള്ളാണ്ട് ഇൻസെക്യൂരിറ്റിയും ആൻസൈറ്റിയും ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും പേരൻസ് ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. പതുക്കെ അതൊക്കെ ഒരു ഫോം ഓഫ് ഒരു ഡിസ്കണക്റ്റിലേക്കാണ് ആക്ച്വലി കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം കുട്ടിക്ക് കുട്ടിയുടേതായ ഒരു ഓതന്റിക് സെൽഫ് ഉണ്ടാവും. അപ്പൊ അതിനെ തിരിച്ചറിയാനും അത് ഏതാണ് എങ്ങനെയാണ്, ചിലപ്പോൾ കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള കുട്ടിയായിരിക്കാം, ചിലപ്പോൾ കുറച്ച് എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള കുട്ടിയായിരിക്കാം. അപ്പൊ നമ്മൾ അവിടെ ഒരു കമ്പാരിസൺ ഒന്നും നടത്താതെ അവരെ ഒബ്സർവ് ചെയ്യുക, അവർക്ക് അവരുടേതായ രീതിയിൽ സോഷ്യലൈസേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുക, അതോടൊപ്പം ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുക. പിന്നെ കുട്ടികൾ കളികളിൽ ഏറ്റവും അധികം താല്പര്യം കാണിക്കുകയും അതിൽ ഏറ്റവും അധികം ഒരു എന്താ പറയാ റൂളുകളൊക്കെ ഫോളോ ചെയ്ത് കളിക്കാനൊക്കെയുള്ള ഒരു കഴിവ് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു പ്രായം മുതലാണ്. ഇത് 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സ് തൊട്ടാണ്. അപ്പൊ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അടുത്ത വീടുകളിലൊക്കെ കുട്ടികളുണ്ടാവും, അവരെയൊക്കെ വിളിച്ച് ഒരുമിച്ച് കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളുടെ ചെറിയ ചെറിയ ഈഗോ ഇഷ്യൂസ് ഒക്കെ മാറ്റി വെച്ചിട്ട് കഴിയുന്നതും ആൾക്കാരെ നമ്മളുടെ വീട്ടിലേക്കും അതുപോലെ മറ്റുള്ളവരുമായിട്ടും നമ്മൾ കണക്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ആക്ച്വലി പേരന്റ് കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു പ്രായത്തിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ അവരുടെ ഒരു സോഷ്യലൈസേഷൻ സ്കില്ലിനെ മാക്സിമൈസ് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഈ 3 to 5 year എന്ന് പറയുന്ന ഈ ഒരു പീരീഡിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കണക്ഷൻസ് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതിൽ കൂടുതൽ നമ്മൾക്ക് കൂടുതൽ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഏരിയാസ് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിൽ കൊടുക്കാവുന്ന കളികളെ കുറിച്ചാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓരോ ഏജ് ഗ്രൂപ്പിലും നമ്മൾക്ക് കൊടുക്കേണ്ട കളികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച്. അത് നമ്മൾക്ക് ഇനി വരുന്ന വീഡിയോസിൽ കാണാവുന്നതാണ്. ഇതേപോലെ പേരന്റിങ്ങിൽ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട പല പല കാര്യങ്ങളെ കുറിച്ചുള്ള പല ഇൻഫർമേഷൻസും ഇനിയും കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികളെ എക്സ്പെക്ട് ചെയ്യുന്ന പേരൻസ് ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവരിലേക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് എത്തുന്നത് അവർക്ക് കുറച്ചുകൂടി ഒരു പീസ്ഫുൾ ആൻഡ് ബെറ്റർ പേരന്റിങ് നടത്താൻ ഹെൽപ്ഫുൾ ആയിരിക്കും.